ഹായ് സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിൽ 10-30 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുകുന്ദേട്ടൻ്റെ ബാസിൽ ബട്ടൺ ഹൗസ് പുതിയൊരു റൂമിലേക്ക് മാറുകയാണ്. അതായത് ഉള്ള റൂമിൽ ലേഡീസ് ടൈലറിങ്ങും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വാഹന സൗകര്യം, ആളുകളെ സൗകര്യം മാനിച്ചുകൊണ്ട് നമ്മുടെ തരിശ് റോഡിന് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഒരു കട ഉണ്ട്. അതുപോലെ നാട്ടകുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ബാസിൽ ബട്ടൺ ഹൗസ് എന്നുള്ള പുതിയൊരു സ്ഥാപനം തുറന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വാഹനം കൊണ്ടൊക്കെ വരുമ്പോഴേ സാധാരണ ഒരു വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ, ബൈക്ക് കൊണ്ടടക്കം വന്നു കഴിഞ്ഞാൽ നിർത്താൻ സൗകര്യമില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരാതിയൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് നമ്മുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി നമ്മുടെ ഈ ഹോമിയോ ഡോക്ടറെ അവിടെ ഇങ്ങനെ ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ കേക്കിൻ്റെയൊക്കെ നേരെ ഈ ബിൽഡിങ്ങിൽ സുഖമായിട്ട് പാർക്കിംഗ് സൗകര്യത്തിൽ ഇന്ന് അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫാക്കിയാണ്. അതുപോലെ തന്നെ മുകുന്ദേട്ടൻ്റെ അമ്മ, അച്ഛൻ, അവരുടെ കുടുംബങ്ങൾ, നാട്ടുകാർ, അവരുടെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാവരും കൂടി ഇങ്ങാണ്ട് ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉദ്ഘാടന വേളയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ആശംസയും അതിനപ്പുറം നമുക്ക് മുകുന്ദേട്ടൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ ചടങ്ങിലേക്ക്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കരുവാരകുണ്ട് കിഴക്കേത്തലയിൽ ഈ ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട നൂല്, ബട്ടൺസ് ഉൾപ്പെടെ എല്ലാ A to Z സാധനങ്ങൾ ലഭിക്കുന്ന 30 വർഷക്കാലത്തോളം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കട ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാസിൽ ബട്ടൺ ഹൗസ് എന്ന പേര്. അറിയാവുന്നതുപോലെ ഈ ടൗണിൽ 10-30 വർഷത്തോളം മുമ്പ് കട ആരംഭിച്ച് നല്ല വിശാലമായൊരു കടയിലേക്ക് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കിഴക്കേത്തലയിൽ ഇങ്ങനെ കട ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഏത് ടൈലർമാരും മുകുന്ദനുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ബട്ടൺസ്, അതിൻ്റെ ഇത് ഹോൾ അടിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി വിപുലമായി ഈ പരിപാടി നടത്തി കിഴക്കേത്തല മാറി വരുന്ന സാഹചര്യത്തിൽ ഈ സൗകര്യം ഒന്നുകൂടി വിപുലപ്പെടുത്തിയിട്ടൊരു കടയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാവരെയും പ്രത്യേകം ഇവിടെ കിഴക്കേത്തലയിൽ തൊട്ടടുത്ത ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കട വിപുലീകരിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും വ്യാപാരി വ്യവസായ മുകുന്ദേട്ടൻ്റെ സഹോദര സ്ഥാപനം നിലയ്ക്ക് നമ്മുടെ കുഞ്ഞാപ്പാക്കാൻ്റെ കട EP സ്റ്റോറ് വർഷങ്ങളായി ഇവിടെ. അപ്പോൾ ഈ കുഞ്ഞാപ്പാക്ക റിപ്പയറിങ്ങിലാണ് വർക്ക്. എന്തായാലും എന്താ നിങ്ങളെ അയൽവാസി കൊണ്ട് പോകുകയാണല്ലോ, എന്താ പറയാനുള്ളത്? പിന്നെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനത്തെ പാർക്കിംഗ് സൗകര്യങ്ങൾ, പിന്നെ വിശാലമായ റൂം, പിന്നെ പാർക്കിംഗ് സൗകര്യം, എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് മാറിയ സഹോദര സ്ഥാപനം. 30 നിങ്ങൾ എത്ര വർഷം ഇവിടെ? നമ്മൾ ഇവിടെ കരുവാരകുണ്ടിൽ 43 വർഷം. 43 വർഷം. അപ്പോൾ നിങ്ങൾ വന്നിട്ടാണ് മുകുന്ദേട്ടൻ വന്നത്? മുകുന്ദനെ മുകുന്ദനെ മുന്നിൽ, അതിൻ്റെ മുന്നേ അങ്ങാടി ആരെങ്കിലോ അല്ല, മുകുന്ദൻ. അതിൻ്റെ മുന്നിൽ മുകളിൽ നേരത്തെ എന്തായാലും കാണുള്ളൂ ആ തന്നെയാണോ അല്ലേ? ഓക്കെ. അയൽവാസി. അപ്പോൾ നമ്മുടെ മുകുന്ദേട്ടൻ്റെ തൊട്ട അയൽവാസിയാണ് നമ്മുടെ കുഞ്ഞാപ്പാക്ക EP സ്റ്റോറ്, നാട്ടാകുന്ന് റോഡിൻ്റെ ജംഗ്ഷനിലുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും ആളുകൾ അഭിപ്രായങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ഉടമസ്ഥൻ. മുകുന്ദനെ ഇപ്പോൾ അറിയാത്ത, മുകുന്ദേട്ടനെ അറിയാത്ത ആരുമില്ല. കാരണം ഒരു ബട്ടൺസ് കിട്ടണമെങ്കിൽ, നമ്മൾ കരുതിയ ഒരു ബട്ടൺസ് കുടുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിഴക്കേത്തല മുകുന്ദേട്ടൻ്റെ കടയിൽ പോയാൽ സാധനം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന ആളുകൾ നമ്മളെ വീട്ടിലമ്മമാരൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് മുകുന്ദേട്ടൻ ഇതാണ്. മുകുന്ദേട്ടനോട് ഇതിൻ്റെ കാര്യങ്ങൾ എത്ര കൊല്ലായി എന്താണെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാൻ ഞാൻ ക്യാമറ തിരിക്കാം. മുകുന്ദേട്ടൻ ബാസിൽ ബട്ടൺ ഹൗസ് എന്ന് ഇങ്ങനെ പറയാന്നുള്ളത് ശരിക്ക് കുറേ ആളുകൾക്ക് അറിയാം നിങ്ങൾ ചുള്ളിയോട്ടുകാരനാന്നുള്ളത്. ശരിക്കും ചുള്ളിയോട് തന്നെയാണോ ജനനം ഇങ്ങനെ നാടായിട്ട് വന്നത്? ചുള്ളിയോട് അടുത്ത് തന്നെ, വീട്ടിക്കുന്ന്, പയ്യാക്കോട് പറയും ആണ്. എത്ര കൊല്ലായി നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയ? കിഴക്കേത്തലൊക്കെ തന്നെയാണോ തുടക്കം? എങ്ങനെയാണ്? കിഴക്കേത്തല നമ്മളെ ജലീൽ പ്രദേശ് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു. ജലീൽ പ്രദേശ്, ജലീലാക്ക, പാലക്കാട്, തത്തമ്മ. യെസ്. അവിടെ നമ്മള് ടൈലറിങ് വരാന്തയിൽ ഒരു മെഷീൻ ഇട്ട് തുടങ്ങിയാണ്. ടൈലറിങ് വരാന്തയില്. അതെവിടെയെങ്കിലും സ്ഥാപനം? അത് നമ്മളെ തരിശ് റോഡ് തന്നെ. പിന്നെ എങ്ങനെ ബാസിൽ? അപ്പം നമ്മളെ അവിടെ കാഞ്ഞിരപ്പള്ളിയൊക്കെ ഉള്ള കൂട്ടുകാർ ഇവിടെ ടാപ്പിങ്ങിന് ആനസ്ഥാനത്തുണ്ടായിരുന്നു.
ഓരിങ്ങനെ വന്നിട്ട് നമുക്ക് കടയിടാൻ തുടങ്ങിയ പോലെയാണ് അതിന്റെ പേര് സെലക്ട് ചെയ്തത്. ഈ ബാസിൽ എന്ന് പറഞ്ഞാൽ തുളസി എന്നാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ്. തുളസി ഇംഗ്ലീഷിലെ. അപ്പോൾ അങ്ങനെ ആ പേര് സെലക്ട് ചെയ്തു. ബട്ടൺ ഹൗസ് ഒരു ചേർത്തുണ്ട്, ബാസിൽ ബട്ടൺ ഹൗസ്. ഒരു വെറൈറ്റി പേര് ആയിക്കോട്ടെ, ഇവിടെയാണ് കേൾക്കാത്തൊരു പേര്. ഇപ്പൊ പൊതുവെ ബാസിൽ എന്നാൽ നാട്ടുകാരെ നമ്മള് മുകുന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷം തുടങ്ങിയിട്ട്? അപ്പൊ നമ്മളിപ്പോ ഇത് ആദ്യം 2 വർഷം ജലീലാക്കാന്റെ ഇതിൽ ടൈലറിങ് മാത്രമായിട്ട് വരാൻ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കരയിൽ ബിൽഡിങ്ങിൽ കരയിൽ അംസാജ് ഇവിടെ ബിൽഡിങ് ഫസ്റ്റ് കേൾക്കത്തലത്തെ ആദ്യത്തെ ബിൽഡിങ് എന്നൊക്കെ പറയാം. അത് തുടങ്ങിയപ്പോൾ അതിൽ ചെറുതായിട്ട് തുടങ്ങി. ഇപ്പൊ ടോട്ടൽ എത്ര വർഷമായി? അപ്പോൾ 29 വർഷമായി. 30 വർഷത്തിന്റെ അടുത്തായി. ഇപ്പൊ നിങ്ങൾ അനിയനാണോ അവിടെ? അനിയന് മിഷിന്റെ പരിപാടി, സെയിൽസ് ആൻഡ് സർവീസ് അനിയനാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു കട എന്ത് ഉദ്ദേശത്തിലാണ്? സൗകര്യപ്പെടുത്താണ് വേറെ എന്തെങ്കിലും പറയും? പാർക്കിങ്, അതേപോലെ സാധനങ്ങള് അവിടെ ചെറിയ റൂമായപ്പോ നമ്മള് സൗകര്യത്തിനൊന്നും അങ്ങോട്ട് കസ്റ്റമേഴ്സിന്റെ സൗകര്യത്തിനും കൂടി ഒന്നിനും മാറ്റി. ഇനിയിപ്പോ ഇവിടെ ജെൻസിൻ്റെതായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടോ? അതോ നിലവിലുണ്ടായിരുന്ന ജെൻസ് ടൈലറിങ് അങ്ങനെ അതുണ്ട്. പിന്നെ നമ്മളെ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സാധനം എത്തും ചെയ്യും. മെഷീന്റെ പരമായിട്ട് എന്തുണ്ടെങ്കിലും അതുപോലെ തന്നെ ടൈലറിങ്ങിന്റെ എല്ലാ മെറ്റീരിയലുകളും എത്തിച്ചു കൊടുക്കാം നമുക്ക്, കിട്ടാത്ത സാധനങ്ങളൊക്കെ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ മോഡലുകളാണ്. അപ്പോൾ എത്തിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്? എൻ്റെ വീഡിയോ പറയാനുള്ളത്, നമ്മളെ പഴയ റൂമില് നമ്മളെ ലേഡീസ് വർക്ക് മുകളിലൊക്കെ ഉള്ള അതങ്ങോട്ട് താഴ്ത്തിക്കാക്കി സൗകര്യം. അപ്പോൾ ബട്ടൺസ് ഫുള്ള് ഇതിലാണ്. അവിടെ ലേഡീസ് ടൈലറിങ് പഴയ റൂമിൽ. ഇനിയിപ്പോൾ എന്താ നമ്മുടെ വീഡിയോ കാണുന്ന ആളോട് എന്താ പറയാനുള്ളത്? വീഡിയോ ആളോട് പറയാനുള്ളത്, നമ്മൾ ഇത്രയും വർഷം നമ്മളോട് സഹകരിച്ച, നമ്മുടെ കയ്യിൽ സാധനം വാങ്ങി സഹകരിച്ച് നമ്മുടെ സുഹൃത്തുക്കളും ഇന്ന് ക്ഷണം പറയാൻ വിട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരോടും ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിക്കുക. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം. അപ്പോഴേ 30 വർഷം അടുക്കാണ് നമ്മുടെ മുകുന്ദേട്ടം നമ്മുടെ കിഴക്കേത്തലയ്ക്ക് ഒരു മെഷീൻ ഇട്ടുങ്ങാണ്ട് തുടങ്ങി. ആളുകളുടെ നിർബന്ധ പ്രകാരം ബട്ടൺ ഹൗസുകൾ, അതിൻ്റെ പാർട്സുകളൊക്കെ തുടങ്ങി. ഏതായാലും ടൈലറായിട്ടും അയാൾ അനിയന് മെഷീന് വിൽപ്പന, റിപ്പയറിംഗ് ഒക്കെ നടത്തുന്നുണ്ട് നമ്മുടെ തരിശൂർ നാട്ടാങ്കുന്ന് റോഡിൽ. ഏതായാലും ഉയരങ്ങളിൽ എത്തട്ടെ. നമുക്ക് ഇനിയും നമ്മുടെ വിവരങ്ങൾ കാണാം, കേൾക്കാം. മുകുന്ദേട്ടൻ നമ്പറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ മുകുന്ദേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ഷണിക്കാൻ എല്ലാവരും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് തുടർന്നും ഈ ഒരു നമ്പറിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ട മാതിരി ബന്ധപ്പെടുക. അതിനാണ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് കാണാം നമ്മുടെ ചാനലിലൂടെ നമ്മുടെ നാടിൻ്റെ വിവരങ്ങൾ. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.